കേസ് ഒതുക്കി തീർക്കാൻ കൈക്കൂലി ചോദിച്ച ഇ.ഡി. ഉദ്യോഗസ്ഥനെതിരെ കൊല്ലം ഈസ്റ്റ് പോലീസ് കേസെടുത്തു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി യൂണിറ്റ് ഉദ്യോഗസ്ഥൻ മോഹനെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. 2018 രജിസ്റ്റർ ചെയ്ത സാമ്പത്തിക ക്രമക്കേട് കേസ് ഒതുക്കി തീർക്കാൻ പ്രതിയോട് 2 കോടി രൂപ ആവശ്യപ്പെട്ടുവെന്നാണ് പരാതി. എഫ്ഐആറിന്റെ പകർപ്പ് 24-ന്. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ഗുഡ് മോർണിംഗ് ശ്രീകാന്ത്, വിശദാംശങ്ങൾ. സാധാരണ ഇ.ഡി. ഉദ്യോഗസ്ഥന്മാർക്കെതിരെ പോലീസ് കേസെടുക്കുന്ന പതിവില്ലല്ലോ, എന്താണ് ഇതിൽ സംഭവിച്ചത്? ഗുഡ് മോർണിംഗ് എസ്കെൻ. ഇതിപ്പോൾ കടുവയെ കിടുവ പിടിച്ചു എന്നുള്ള അവസ്ഥയാണ് ഈ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. സാധാരണ ഇ.ഡി. ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത്. പക്ഷേ നിലവിലിപ്പോൾ ഇ.ഡിയെ പോലീസ് തന്നെ പിടിക്കുന്നു എന്നുള്ളതാണ് അവസ്ഥ. നേരത്തെ ഓഗസ്റ്റ് 24-നാണ് കൊല്ലം കടപ്പാക്കടയിൽ നിന്ന് 3 പേർ അറസ്റ്റിലായ ഒരു സംഭവം ഉണ്ടാകുന്നത്. അന്ന് പുറത്തു വന്ന വാർത്ത 3 പേർ ഇ.ഡി. ഉദ്യോഗസ്ഥർ ചമഞ്ഞ് മറ്റൊരു ഇ.ഡി. ഉദ്യോഗസ്ഥന്റെ പേരിൽ 3 പേർ തട്ടിപ്പ് നടത്തി എന്ന പേരിലാണ് ഒരു വാർത്ത പുറത്തു വന്നത്. ആ രീതിയിൽ വാർത്ത പോവുകയും ചെയ്തു. പക്ഷേ നിലവിൽ ഇപ്പോൾ അക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു. പോലീസിന്റെ എഫ്ഐആർ സഹിതം ഇപ്പോൾ 24 ആ വാർത്ത ആധികാരികമായി സ്ഥിരീകരിക്കുകയാണ്. ഒരു ഇ.ഡി. ഉദ്യോഗസ്ഥൻ, കൊച്ചി യൂണിറ്റിലെ ഇ.ഡി. ഉദ്യോഗസ്ഥൻ മോഹനൻ എന്നയാളാണ് ഈ തട്ടിപ്പിനൊപ്പം ഉണ്ടായിരുന്നത്. അയാളെ 1-ാം പ്രതിയാക്കി കേസെടുത്തിട്ടുണ്ട് പോലീസ് എന്നുള്ള കാര്യം എഫ്ഐആർ സഹിതം ഇപ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്യുകയാണ്. ഈ എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്രകാരമാണ്. അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി യൂണിറ്റ് ഉദ്യോഗസ്ഥൻ മോഹനെതിരെ 1-ാം പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നു. കൊല്ലം സ്വദേശി ജെയിംസ് ജോർജ് എന്നയാൾ നൽകിയ പരാതിയിലാണ് കേസ്. 2018 രജിസ്റ്റർ ചെയ്ത സാമ്പത്തിക ക്രമക്കേട് ഒതുക്കി തീർക്കാൻ പ്രതിയോട് 2 കോടി രൂപ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ആരോപണം. 10 ലക്ഷം രൂപ മേലുദ്യോഗസ്ഥർക്ക് നൽകാനും ആവശ്യപ്പെട്ടു. കൊച്ചി ഇ.ഡി. ഓഫീസിൽ വെച്ച് ഫോൺ നമ്പർ നൽകി വ്യക്തിപരമായി കാണണമെന്ന് ഈ മോഹനൻ പറഞ്ഞു എന്നുള്ളതാണ് എഫ്ഐആറിൽ പറയുന്നത്. പണം നൽകാൻ വിസമ്മതിച്ചതോടെ നിരന്തരം ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യവും പറയുന്നു. ഇ.ഡി. ഉദ്യോഗസ്ഥൻ മോഹനന് പുറമെ കൊല്ലം സ്വദേശികളായ വിപിൻ, രാഹുൽ, അനിൽ എന്നിവരും പ്രതിപ്പട്ടികയിലുണ്ട്. വഞ്ചന, കൈക്കൂലി, ആൾമാറാട്ടം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് എഫ്ഐആർ ഇട്ടിട്ടുള്ളത്. ഇതാദ്യമായാണ് ഒരു ഇ.ഡി. ഉദ്യോഗസ്ഥനെതിരെ നിലവിൽ കേരളത്തിൽ ഇത്തരത്തിൽ കേസ് വരുന്നത്. നേരത്തെ തമിഴ്നാട്ടിൽ ഒരു ഇ.ഡി. ഉദ്യോഗസ്ഥൻ അറസ്റ്റിലായിരുന്നു. ഈ എഫ്ഐആറിന്റെ പകർപ്പ് ഇപ്പോൾ 24-ന് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ കാണിക്കുകയും ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മോഹനൻ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചു എന്നൊരു വിവരം കൂടി വരികയും ചെയ്യുന്നുണ്ട്. എസ്കെഎൻ. താങ്ക് യു ശ്രീകാന്ത്. രാജു വളഞ്ഞമ്പോളം പറയുന്നത് വി എസ് സുനിൽകുമാർ ഒരു ബിഗ് സല്യൂട്ട്. നിങ്ങൾ മാധ്യമങ്ങൾക്ക് വിശ്വാസ്യതയില്ല എന്നത് പലരും പഠിച്ചു തുടങ്ങി. രാജു ശരിക്കും അദ്ദേഹത്തിന് സല്യൂട്ടൊക്കെ കൊടുത്തോളൂ, കുഴപ്പമില്ല. പക്ഷേ അതിലുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മൈക്കൊക്കെ കുത്തുമ്പോൾ തന്നെ ഈ റിപ്പോർട്ടർ പറയുമല്ലോ എന്ത് കാര്യമാണ് ചോദിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ മൈക്ക് കുത്തുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹം പറഞ്ഞാൽ പോരെ ഞാനിപ്പോൾ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ പണി എളുപ്പമാവില്ലേ കുറച്ചുകൂടെ?